ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജോക്കുട്ടന് വൈറ്റമിൻ എയുടെ മരുന്ന് കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. ജോക്കുട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം നമുക്ക് അവനിപ്പോൾ എണീപ്പിക്കണ്ട. ഞാൻ പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ട് വേണം അവനെ എണീപ്പിക്കാനായിട്ട്. ഞാൻ എന്താ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ഞാൻ അങ്ങനെ കാര്യമായിട്ട് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പാണ് എൻ്റെ. പൗഡർ ഇട്ട് പൊട്ടുകുത്തി കണ്ണൊക്കെ എഴുതി ഒരു ലിപ് ബാമും ഒരു ലിപ്സ്റ്റിക്ക് ഇടും, പിന്നെ മുടി കിട്ടും. അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ലിപ് ബാം നൈക്കയുടെ ലിപ് ബാമാണ്. എനിക്ക് കളേർഡ് ലിപ് ബാം ഒന്നും ഇഷ്ടമല്ല. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള ലിപ് ബാമാണ് ഇഷ്ടം. ഇപ്പം ഞാൻ ഇടുന്ന ഈ ലിപ്സ്റ്റിക്ക് ലാക്മേയുടെ ഫോർ അവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ഡ്രീമാണ്. നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലിപ്സ്റ്റിക്ക് അധികം നേരം ലോങ് ലാസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അടുത്ത കലാപരിപാടി മുടികെട്ടലാണ്. എനിക്ക് ഭയങ്കര സ്റ്റൈലായിട്ടൊന്നും മുടികെട്ടാനൊന്നും അറിയില്ല. എനിക്ക് ഒരു ഏകദേശം 8ാം ക്ലാസ് തുടങ്ങി ഞാൻ ഒരേ സ്റ്റൈലിലാണ് മുടി കെട്ടണത്. കല്യാണത്തിന് പോകാനാണെങ്കിലും കടയിൽ പോകാനാണെങ്കിലും ഈ ഒരു മുടികെട്ടൽ മാത്രമേ എനിക്കറിയുള്ളൂ. ഒരുപാട് ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ പരീക്ഷിക്കാറില്ല. കാരണം എൻ്റെ ഒരു വലിയ നെറ്റിയായ കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഹെയർ സ്റ്റൈൽസ് ഒന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്ക് ജോക്കുട്ടനെ വിളിച്ച് എണീപ്പിക്കാം. അവൻ ഓൾറെഡി കാലത്ത് കുളിച്ചതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴിക്കണുള്ളൂ. അവൻ്റെ തലയുടെ ബാക്കിൽ കാണുന്ന ഈ മുറിവ് അവൻ്റെ സർജറി കഴിഞ്ഞ 2 ആഴ്ച ICUവിൽ കിടന്നപ്പോൾ പറ്റിയതാണ്. ജോക്കുട്ടൻ ഫിറ്റ്സിന് 4 മരുന്ന് കഴിക്കണ കാരണം കൊണ്ട് അവൻ ഒരു 2.5 മണിക്കൂറൊക്കെ ഏകദേശം കാലത്ത് ഉറങ്ങും. ആ ഉറക്കം ഉറങ്ങിയില്ലെങ്കിൽ അവന് ഭയങ്കര വാശിയായിരിക്കും. അതുകൊണ്ട് പരമാവധി ആ ഉറക്കം നഷ്ടപ്പെടാണ്ട് ഞങ്ങൾ നോക്കാറുണ്ട്. ജോക്കുട്ടനെ റെഡിയാക്കി ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനി വന്നിട്ട് വേണം അവന് വന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട്. ജോക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാൻ നോക്കാം. ഇതാണ് ജോക്കുട്ടൻ്റെ വാക്സിനേഷൻ്റെ ബുക്ക്. അപ്പോൾ നമുക്ക് വീടൊക്കെ പൂട്ടി ഇറങ്ങാം. നമ്മൾ 2 വീലറിലാണ് പോണത്. അധികം ദൂരമൊന്നുമില്ല, ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ. കൊരട്ടി പാറക്കുട്ടം വായനശാലയിൽ വെച്ചിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. എല്ലാ മാസം 3ാമത്തെ ശനിയാഴ്ച ഇവിടെ വാക്സിനേഷൻ ക്ലിനിക്ക് നടത്തപ്പെടുന്നുണ്ട്. 1.5 വയസ്സിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞാൽ 5 വയസ്സ് വരെ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ വൈറ്റമിൻ എയുടെ മരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. കുട്ടൻ്റെ വാക്സിനേഷൻ ബുക്കിലെ വിവരങ്ങൾ അവിടെ സിസ്റ്റർമാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം വൈറ്റമിൻ എയുടെ മരുന്ന് കൊടുക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ വാർഡിലെ ആശാവർക്കർ സുമി ചേച്ചിയാണ് വൈറ്റമിൻ എയുടെ മരുന്ന് ജോക്കുട്ടന് കൊടുക്കുന്നത്. ജോക്കുട്ടന് വൈറ്റമിൻ എയുടെ മരുന്നും കൊടുത്ത് തൊട്ടടുത്ത കടയിൽ നിന്ന് നേന്ത്രപ്പഴം വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.